പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയരായ സഹോദരങ്ങളെ, യേശു വന്നത്, ഭൂമിയിൽ ഭൂജാതനായത് ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും രക്ഷകനാണ്. മനുഷ്യകുലത്തിൻ്റെ പൂർണ്ണമായ രക്ഷയാണ് അവിടുത്തെ ലക്ഷ്യം. എല്ലാ മനുഷ്യരും യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിലെ ഭാഗഭാക്കുകളാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചു. അവിടുത്തെ മഹത്വം നാം ദർശിച്ചു. അതെ, അവിടുന്ന് നമുക്ക് നൽകിയ മഹത്വം അതാണ്. പുത്രൻ എന്ന മഹനീയമായ സ്ഥാനം, ദൈവപിതാവിൻ്റെ മക്കളെന്ന മഹത്വം മിശിഹാ തമ്പുരാനിലൂടെ ലോകത്തിലെ സകലമാന ജനതയ്ക്കും ലഭിച്ചു. അതാണ് സത്യം. അതാണ് വചനം മാംസം ധരിക്കാൻ ഉണ്ടായ കാരണം. ഭൂമിയിലെ സകല മനുഷ്യരുടെയും രക്ഷയെ പ്രതിയാണ് വചനം മാംസം ധരിക്കപ്പെട്ടതും മനുഷ്യനായി അവതരിച്ചതും. ഈ യാഥാർത്ഥ്യം ആര് തിരിച്ചറിയുന്നുവോ, അതാര് അംഗീകരിക്കുന്നുവോ, അവന് രക്ഷയുണ്ട്. അതെ, കർത്താവ് മിശിഹാ തമ്പുരാൻ ഇങ്ങനെ പഠിപ്പിച്ചു: ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ ജീവനിലേക്കുള്ള വഴി കണ്ടെത്തുന്നു, ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഒത്തിരി കൂടി വ്യക്തമായി പറഞ്ഞാൽ, അവൻ വിശ്വസിച്ചവരെല്ലാവർക്കും ദൈവമക്കളാകാനുള്ള കൃപ നൽകി. തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാവർക്കും ഒരാളെ പോലും മാറ്റി നിർത്തിയില്ല. ദൈവമക്കളാകാൻ വേണ്ടുന്ന കൃപ അവിടെ നൽകി. ദൈവമക്കളെന്ന മഹനീയമായ സ്ഥാനം നൽകി. അതാണ് കുരിശിൽ നാം കാണുന്ന ആ സഹനത്തിൻ്റെ, ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണരൂപം. അതെ, അവിടുന്ന് തൻ്റെ ജീവൻ സമർപ്പിക്കുകയായിരുന്നു. അവിടുന്ന് അത് അവിടുന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്: ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ്. ആരും എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുകയല്ല. എന്തിന്? അനേകരെ നേടാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. ആ സമർപ്പണമാണ് കുരിശിലെ ബലി. ആ ബലിയുടെ അനുസ്മരണമാണ് പരിശുദ്ധ കുർബാന. ഭൂമിയിൽ ഏറ്റവും അധികം കൃപാവരം ചൊരിയുന്ന ഏക പ്രതിഭാസമാണ് പരിശുദ്ധ കുർബാന. ഏക അടയാളമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിലൂടെയാണ് സർവത്തെയും നവീകരിക്കുന്ന, സർവത്തെയും വിശുദ്ധീകരിക്കുന്ന, സകലത്തിനും ജീവൻ നൽകുന്ന ദൈവകാരുണ്യം ഒഴുകിയെത്തുന്നത്. പിതാവ് തന്നിലും താൻ പിതാവിലുമാണെന്ന് അവിടുന്ന് തൻ്റെ അരുമശിഷ്യനായ പീലിപ്പോസിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആ വചനം വെച്ച് നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിലും രൂപത്തിലും
മനുഷ്യനെ സൃഷ്ടിക്കാം. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഇവിടെ പാപത്തിൽ വീണ് നരകയാതന അനുഭവിക്കുന്നത്. അവനെ വീണ്ടെടുക്കുവാനാണ് അന്ന് നൽകിയ വാഗ്ദാനമനുസരിച്ച് രക്ഷകൻ വന്നത്. ആ രക്ഷകനാണ് യേശു ക്രിസ്തു. എന്ന് വിശ്വസിക്കുന്ന ഏവനും നിത്യരക്ഷയുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാനും നിങ്ങളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവിടെ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ക്രിസ്ത്യാനികളുടെ തനതല്ല മിശിഹാ തമ്പുരാൻ. മിശിഹാ തമ്പുരാനെ അനുഗമിച്ചവർ, വിശ്വസിച്ചവർ ഒരു കൂട്ടായ്മയായി. അതാണ് ക്രിസ്തീയ സഭ. ക്രിസ്തീയ സഭയിലേക്ക് ആർക്കും എപ്പോഴും കടന്നു വരാം. കാരണം അതിൻ്റെ വാതിലുകൾ എപ്പോഴും മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും കടന്നു വരാം. പക്ഷേ ക്രിസ്ത്യാനി ആവുക എന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വന്ന് ജനിച്ച് 10 ദിവസത്തിനുള്ളിൽ മാമോദിസ മുക്കി ക്രിസ്ത്യാനിയായി. മാതാപിതാക്കൾ ക്രിസ്ത്യാനിയായതുകൊണ്ട് ക്രിസ്ത്യാനിയായി വളർന്നു. അതല്ല ക്രിസ്ത്യാനി. ക്രിസ്തു ആരാണെന്ന് അന്വേഷിച്ചറിഞ്ഞ് അവനിൽ വിശ്വസിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അതെ, അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാം. പുതിയ നിയമത്തിൽ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ എനിക്ക് വിവരിച്ചു തന്നവനെ നിങ്ങൾ വന്നു കാണുക. അവനായിരിക്കുമോ രക്ഷകൻ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർ വന്നു കണ്ടു. അപ്പോൾ അവർ അവളോട് പറഞ്ഞു, ഇനി നിന്റെ സാക്ഷ്യം കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ അവനെ കണ്ടു വിശ്വസിക്കുന്നു. അതെ, അവനെ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ വരം നൽകി, കൃപ കൊടുത്തു. ഈ കൃപയാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് ഈ കൃപയാണ്. ഈ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ സമയമായെന്ന് കണ്ടപ്പോൾ സ്നേഹന്മാരോട് പറഞ്ഞു, ഞാൻ പിതൃസന്നിധിയിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു, ഞാൻ പോകുകയാണ്. എന്നാൽ നിങ്ങൾ ഭഗ്നാശരാകേണ്ടതില്ല, നിങ്ങളെ ഞാൻ നിസ്സഹായരായി വിടുകയില്ല. ഞാൻ പിതാവിൻ്റെ അരികിൽ പോയാൽ പിതാവിൽ നിന്ന് നമുക്ക് സഹായകനെ ലഭിക്കും. അതെ, സഹായകൻ അവിടുത്തെയും പിതാവിൻ്റെയും ജീവനായ പരിശുദ്ധാത്മാവ്. അവൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വിശദീകരിച്ചു തരും, എല്ലാം നിങ്ങളുടെ സംശയങ്ങളെയും ദൂരീകരിച്ചു തരും. ഭൂമിയിൽ പ്രലോഭകനോട് എങ്ങനെ പടവെട്ടി വിജയിക്കണം, എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കണം, എങ്ങനെ പരിശുദ്ധരായി ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങളെ കാണിച്ചു തരും, പഠിപ്പിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടുന്ന കൃപ തരും. ഇതാണ് അവിടുന്ന് നമ്മളോട് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ ആരും ഇന്നേ വരെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ടില്ല. എൻ്റെ സഹായകനല്ലേ അങ്ങ്, ഞാൻ അറിയാതെ വിട്ടുപോയി, ഞാൻ അറിയാതെ ഉപേക്ഷിച്ചു പോയി, ഞാൻ അറിയാതെ അങ്ങയോടുമായി കൂടിയാലോചിക്കാതെ ഒത്തിരിയേറെ തിന്മകളിൽ ഞാൻ അകപ്പെട്ടു പോയി എന്ന് നാം ആരും ഏറ്റുപറഞ്ഞിട്ടില്ല. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാണ് സത്യം. കൂടെ സഹായകനുള്ളപ്പോൾ നാം മറ്റു പലരെയും അന്വേഷിച്ചു പോകുന്നു. സദാ നിന്നോടുകൂടെ വസിച്ചുകൊണ്ട് നിന്നെ സഹായിക്കുവാൻ സദാ സന്നദ്ധനായിക്കൊണ്ട് നിന്നിൽ വസിക്കുന്ന നിന്റെ സഹായകൻ നിന്നോടുകൂടെയുള്ളപ്പോൾ നീ വേവലാതിപ്പെട്ട് മാറത്തടിച്ച് നിലവിളിച്ച്
മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നു. സുബോധത്തോടുകൂടെ എന്നിൽ സഹായകനെ വിളിച്ച് അപേക്ഷിച്ചാൽ എന്നെ സഹായിക്കുമെന്നുള്ള ബോധ്യമില്ലാതെ, ദൈവത്തിൽ വിശ്വാസമില്ലാതെ നീ അലഞ്ഞു തിരിയുന്നു. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവവിശ്വാസത്തിൽ വളരാൻ വേണ്ടുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ വർഷിക്കണമേ. ഞങ്ങളിൽ വന്നുപോയ പരാതികൾ, പോരായ്മകൾ, ഏർക്കുറവുകൾ, ഞങ്ങളുടെ ഇല്ലായ്മകൾ എല്ലാം അവിടുന്ന് അറിയുന്നു. ഞങ്ങളെ കനിഞ്ഞ് സഹായിക്കണമേ, സംരക്ഷിക്കണമേ. മക്കളെന്ന ആ മഹനീയ സ്ഥാനത്തിൽ നിലനിൽക്കാൻ വേണ്ടുന്ന കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി കൈവരിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ, വിവാഹ വിരുന്നിൽ ഭാഗഭാക്കാക്കുവാൻ വേണ്ടുന്ന കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. പ്രിയരെ, പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ത്രിത്വൈക ദൈവം ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, അവിടെ രണ്ടാൾ വന്നു. പിതാവും പുത്രനും ഉണ്ടെങ്കിൽ അവരുടെ ജീവനുണ്ടാവും. ഈ മൂന്നാൾ പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരികയാണ്. എവിടേക്ക്? നമ്മളിലേക്ക്. നമ്മളെ കാണുവാനാണ്, നമ്മളോട് കൂടെ ഇരിക്കുവാനാണ് പരിശുദ്ധ കുർബാനയിൽ ത്രിത്വം എഴുന്നള്ളി വരുന്നത്. ആ ത്രിത്വത്തെ സ്വീകരിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, മനസ്സാക്ഷിയിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് അവിടത്തേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും സമർപ്പിക്കാം. ഏറ്റുപറയാം, അവിടുന്ന് എൻ്റെ പിതാവാകുന്നു, അവിടുന്ന് എൻ്റെ രക്ഷകനാകുന്നു, അവിടുന്ന് എൻ്റെ നിത്യസഹായകനാകുന്നു. ആമേൻ.